ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് SIT. 22-ന് കസ്റ്റഡി അപേക്ഷയും തന്ത്രിയുടെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. വാജിവാഹനം തൊണ്ടിമുതലായി കോടതിയിൽ സമർപ്പിച്ചത് SITക്ക് കുരുക്കായിരിക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. 22-ന് വിജിലൻസ് കോടതി കസ്റ്റഡി അപേക്ഷയോടൊപ്പം തന്ത്രിയുടെ ജാമ്യ ഹർജിയും പരിഗണിക്കും. സ്വർണ്ണ കവർച്ചയിൽ തന്ത്രിക്ക് പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലടക്കമുള്ളത് വിചിത്രമായ കാര്യങ്ങളാണെന്നുമാണ് പ്രതിഭാഗം വാദം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിജിലൻസ് കോടതി വിധി പറയുക. ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ പോറ്റി സമർപ്പിച്ച 2 ജാമ്യ ഹർജികളും കോടതി തള്ളിയിരുന്നു. അതേസമയം കട്ടിടപ്പാളി കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.